Hi dear children, നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ അതിൽ ലാസ്റ്റ് ടോപ്പിക്കാണ് കേട്ടോ അത്. ക്രോമസോമൽ ഡിസോർഡേഴ്സ്. 3 എക്സാമ്പിൾസാണ്, ടിപ്പിക്കൽ എക്സാമ്പിൾസ്. ഇത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. ഡൗൺ സിൻഡ്രോം, ക്ലിൻഫെൽറ്റർ സിൻഡ്രോം, ടേണർ സിൻഡ്രോം. Chromosomal disorders arise due to chromosomal aberrations or ploidy changes, that is, structural and numerical chromosomal mutations. അതായത് ക്രോമോസോമൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രോമോസോംസ് മൂലം, ക്രോമോസോംസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നത് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ. ദാറ്റ് ഈസ് ദ ഡിസീസസ് വിച്ച് ആർ കോസ്ഡ് when any change occurs in the structure or in the number of the chromosomes. ക്രോമോസോംസിൻ്റെ സ്ട്രക്ചറിലോ ക്രോമോസോംസിൻ്റെ നമ്പറിലോ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, അതായത് നോർമൽ സ്റ്റേജിൽ നിന്ന് വിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് വന്നാൽ അതുമൂലം ഉണ്ടാകുന്ന ഡിസീസസാണ് ക്രോമോസോമൽ ഡിസോർഡേഴ്സ്. ഇപ്പോൾ such mutations alter either the structure or the number of chromosomes characteristic of a species. അപ്പോൾ അറിയാലോ, ഓരോ സ്പീഷീസിനും അതാത് നമ്പർ ഓഫ് ക്രോമസോംസ് ഇറ്റ് സ്പെസിഫിക് അല്ലേ. ഇപ്പോൾ ചിമ്പാൻസിക്ക് 45 നമുക്ക് 46, ദെൻ അപ്പോൾ ഡ്രോസോഫിലിക്ക് 8. അപ്പോൾ അങ്ങനെ സ്പെസിഫിക് നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട് ഓരോ സ്പീഷീസിനും. അപ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ തീർച്ചയായിട്ടും ദേ ബ്രിങ് ഔട്ട് ഡിസോർഡേഴ്സ് ഓർ ഡിസീസസ്. Failure of segregation of chromatids during cell division may give rise to extra chromosomes or absence of one or more chromosomes in the gamete and zygote. ഇനി ക്രൊമാറ്റിഡ്സിൻ്റെ സെഗ്രിഗേഷൻ എപ്പോഴാണ് സംഭവിക്കുക? ദാറ്റ് ഈസ് ഡ്യൂറിങ് അനാഫേസ് അല്ലേ. അനാഫേസ് സ്റ്റേജിലാണ്, മെറ്റാഫേസ് പ്ലേറ്റ് ഫോം ചെയ്ത് അനാഫേസ്ഡ് സ്റ്റേജിലാണ് ഈ ക്രൊമാറ്റിഡ്സ് സെഗ്രിഗേഷൻ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ബോട്ടണിയിൽ പഠിക്കാനുണ്ട് ഡീറ്റെയിൽ ആയിട്ട് സെൽ ഡിവിഷൻ പ്രോസസ്സ്. അപ്പോൾ ഈ സെഗ്രിഗേഷൻ, അതായത് സെപ്പറേറ്റ് ആയി പോകൽ, ഒരു സെൽ ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പുറത്തേക്കും 2 സെൽസായി ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ന്യൂക്ലിയസായി ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ക്രോമോസോംസ് ഈക്വലി ഡിവൈഡ് ചെയ്ത് പോകണം. പക്ഷേ ചില സമയത്ത് ഈ ക്രോമോസോംസ്, ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് ഡിവൈഡ് ചെയ്ത് പോവില്ല. ചിലപ്പോൾ ഒന്നിച്ചെന്നെ ഒരു ഭാഗത്തേക്ക് പോകും. അങ്ങനെ വരുന്ന ഡിസോർഡറാണ്. ചിലപ്പോൾ ഒരു സൈഡിൽ ക്രോമസോംസ് ഉണ്ടാവില്ല, മറ്റേ സൈഡിൽ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ അപ്പുറത്തെ സൈഡിൽ പോകേണ്ട ക്രോമസോംസ് ഇപ്പുറത്തായിരിക്കും. അപ്പോൾ എക്സ്ട്രാ വരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ക്രോമസോംസിൻ്റെ മൊത്തം ഹോൾ സെറ്റേ ചിലപ്പോൾ എക്സ്ട്രാ ആയി പോകും. ചിലപ്പോൾ 1-2 ക്രോമസോംസ് ചിലപ്പോൾ എക്സ്ട്രാ ആയി പോകും. ചിലപ്പോൾ ക്രോമസോംസ് തീരെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഈ ഡിസോർഡേഴ്സിൽ കാണാം. Okay, absence of one or more chromosomes or the whole set or extra set. Such numerical mutations are known as aneuploidy, resulting in variations in the 2n or diploid chromosome number. അപ്പോൾ ക്രോമസോം നമ്പറിൽ വരുന്ന ചേഞ്ചസ്, അതിനാണ് ന്യൂമറിക്കൽ മ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയേഷൻസ് ഓർ ചേഞ്ചസ് ഇൻ ദ ക്രോമോസോം നമ്പർ. അപ്പോഴാണ് അന്യൂപ്ലോയിഡി എന്ന് പറയുന്നത്. അന്യൂപ്ലോയിഡി, ന്യൂ നമ്പർ, അത് ഓർത്ത് വെച്ചാൽ മതി. അന്യൂപ്ലോയിഡി മീൻസ് ദ ചേഞ്ചസ് ഇൻ ദ നമ്പർ, നോട്ട് പ്രോപ്പർ, അബ്നോർമാലിറ്റി ഇൻ ദ നമ്പർ. ഓക്കെ, സോ അന്യൂപ്ലോയിഡി മീൻസ് ന്യൂമറിക്കൽ മ്യൂട്ടേഷൻസ് ഇൻ ക്രോമോസോം, ഡിപ്ലോയിഡ് ക്രോമോസോം നമ്പർ. അപ്പോൾ ഈ ഡിപ്ലോയിഡ് കണ്ടീഷൻ മാറാം. ദാറ്റ് ഈസ് കറക്റ്റ് 46 എന്നായിരിക്കും, ചിലപ്പോൾ 45, ചിലപ്പോൾ 44, ചിലപ്പോൾ 47. അപ്പം അങ്ങനെ എക്സ്ട്രാ വരാം, ചിലപ്പോൾ കുറവ് വരാം. എക്സാമ്പിൾ, ഡൗൺസ് സിൻഡ്രോം റിസൾട്ട്സ് ഫ്രം എൻ എക്സ്ട്രാ ക്രോമസോം നമ്പർ 21. ഇപ്പോൾ ഡൗൺസ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ടൊരു ഡിസോർഡർ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ക്രോമോസോം 21ാമത്തെ ക്രോമസോം എന്തായിട്ടുണ്ടാവും അറിയോ? ഒരു കോപ്പി കൂടി ഉണ്ടാവും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിപ്ലോയിഡ് സൈഗോട്ടിൽ 2 കാണാൻ പാടുള്ളൂ, ഒന്ന് ഫാദർ ഒന്ന് മദറിൻ്റെ നിന്ന് വന്നത്. പക്ഷേ ഈ ഡൗൺ സിൻഡ്രോം പേഷ്യൻസിന് ക്രോമസോം നമ്പർ 21 ഒരു എക്സ്ട്രാ കോപ്പി കാണും. അത് ഈ സെഗ്രിഗേഷൻ സമയത്ത് സെഗ്രിഗേറ്റ് ചെയ്ത് പോവാത്തതാണ്. ഹിയർ ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് മേ ബി എഫക്റ്റഡ്. അപ്പം ഇത് മെയിൽസിനും വരാം ഫീമെയിൽസിനും വരാം, കാരണം ഓട്ടോസോമിലാണ്, സെക്സ് ലിങ്ക്ഡ് അല്ല. ഈ ഒരു ഡിസോർഡറിനെ പറയുന്നതാണ് 21 ട്രൈസോമി. എന്താണ് 21 ട്രൈസോമി?
Turner syndrome results from a loss of one of the X chromosomes in a human female. അപ്പോൾ നോക്കുക, ഇത് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ ആണ്. ഹ്യൂമൻ ഫീമെയിൽസിൽ നമുക്കറിയാം 2 എക്സ് ക്രോമസോംസ് ആണുള്ളത്. ദർ ആർ 2 എക്സ് ക്രോമസോംസ് ഫോർ എ ഫീമെയിൽ. സോ നോക്കുക, ഇഫ് ദർ ഈസ് എ ലോസ് ഓഫ് 1 ക്രോമസോം, ഒരു എക്സ് ക്രോമസോം നഷ്ടപ്പെട്ടാൽ, സി അപ്പോൾ ബൈ ദ സെക്സ് ഷീ ഈസ് എ ഫീമെയിൽ ബട്ട് ഷീ ഈസ് ലാക്കിങ് ആൻ എക്സ് ക്രോമസോം. അപ്പോൾ ഫീമെയിൽ സെക്സ് ക്യാരക്ടേഴ്സ് ലാക്കിങ് ആവും. അപ്പോൾ ഈ ഒരു ഡിസോർഡർ, ഫീമെയിൽസിൽ വരുന്ന ഡിസോർഡർ, ഇതിനെ പറയുന്നത് ടേണർ സിൻഡ്രോം. അപ്പോൾ ബേസിക്കലി ഷീ ഈസ് എ ഫീമെയിൽ ബട്ട് ഷീ ഈസ് ലാക്കിങ് ദ ഫീമെയിൽ സെക്ഷൽ ക്യാരക്ടേഴ്സ്. ഇതിനെ പറയുന്നതാണ് എക്സ് ക്രോമസോമൽ മോണോസോമി. എക്സ് ക്രോമസോം എന്ന് പറഞ്ഞാൽ എക്സ് ക്രോമസോമിൻ്റെ ഒരു കോപ്പിയേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു കോപ്പി ഇല്ല. അതാണ് മോണോസോമി. നെക്സ്റ്റ് വൺ ഇസ് ക്ലിൻഫെൽറ്റർ സിൻഡ്രോം. This is also a sex-linked disorder. Sex chromosomal trisomy results from the presence of an additional X chromosome along with XY chromosomes, giving rise to an XXY condition. അപ്പോൾ നോക്കുക, ടേണർ സിൻഡ്രോമിൽ ഒരു എക്സ് ക്രോമസോം കുറവായിരുന്നു. പക്ഷെ ഇവിടെ നോക്കുക, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോമിൽ ഒരു എക്സ് ക്രോമസോം എക്സ്ട്രാ വന്നു. സോ അപ്പോൾ കൗണ്ട് എത്ര വരും? XY എൻ്റെ പകരം XXY എന്ന് വരും. അപ്പോൾ ഇതിനെയാണ് സെക്സ് ക്രോമസോമൽ ട്രൈസോമി. ബിക്കോസ് കൗണ്ട് 3 ആയി വരും. 2 പാടുള്ളൂ സെക്സ് ക്രോമസോംസ്, പക്ഷേ ക്ലിൻഫെൽറ്റർ സിൻഡ്രോമിൽ 3 എണ്ണം വന്നു. അതാണ് XXY. അപ്പോൾ ടിപ്പിക്കലി ദ സെക്സ് ഇസ് മെയിൽ. മെയിലാണ് വരേണ്ടത്, കാരണം Y ക്രോമസോം ഉണ്ട്. ബട്ട് ഒരു എക്സ്ട്രാ എക്സ് ക്രോമസോം കയറി. അപ്പോൾ ഫെമിനിൻ ക്യാരക്ടേഴ്സ് ചെറുതായിട്ട് വരും. ആൻഡ് മെയിൽ ക്യാരക്ടേഴ്സ് ഡിമിനിഷ് ആവുകയും ചെയ്യും. ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ റിസൾട്ട്സ് in an increase in a whole set of chromosomes in an organism. This phenomenon is called polyploidy, which is common in plants. അപ്പോൾ നമുക്ക് ആ സെൽ ഡിവിഷനിലെ 4 സ്റ്റേജസ് ഓർമ്മ വരണം. പ്രൊഫേസ്, മെറ്റാഫേസ്, ആനാഫേസ്, ടീലോഫേസ്. ഇപ്പോൾ ടീലോഫേസ് സ്റ്റേജ് കഴിഞ്ഞാൽ സംഭവിക്കേണ്ടതാണ് സൈറ്റോകൈനസിസ്. ദാറ്റ് മീൻസ് ദ സെപ്പറേഷൻ ഓഫ് ദ ന്യൂക്ലിയസ്. അപ്പോൾ ഈ സെപ്പറേറ്റ് ഔട്ട് ചെയ്യണ സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ക്രോമസോംസ് ഹോൾ സെറ്റ് സെപ്പറേറ്റ് ആവണം. ഓരോ ന്യൂക്ലിയസിലും ഡിപ്ലോയിഡ് കണ്ടീഷൻ വരണം. പക്ഷെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ചില സമയത്ത് അതിൽ ഫെയിലിയർ വന്നാൽ ഒരു ന്യൂക്ലിയസിൽ ക്രോമസോംസേ ഉണ്ടാവില്ല. രണ്ടാമത്തെ ന്യൂക്ലിയസിൽ എക്സ്ട്രാ സെറ്റ് ക്രോമസോംസ് ആണ് ഉണ്ടാവുക. അതായത് ഡിപ്ലോയിഡ് എന്നുള്ള കണ്ടീഷൻ എന്താവും? ചിലപ്പോൾ ട്രിപ്ലോയിഡ് ആവും, ചിലപ്പോൾ 4N ആവും, 5N ടെട്രാ, പെൻറ്റ, അങ്ങനെ ഹെക്സ, അങ്ങനെ 4N, 5N, 6N, 7N. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കണ്ടീഷൻസ് സാധാരണഗതിയിൽ കാണാറുള്ളത് പ്ലാന്റ്സിലാണ്, വെരി കോമൺ ഇൻ പ്ലാന്റ്സ്. അപ്പോൾ ഈ ഒരു എക്സ്ട്രാ സെറ്റ് ഓഫ് ക്രോമസോംസ് when it comes in the zygote or in an organism, it is called polyploidy. Poly എന്ന് പറഞ്ഞാൽ the whole set. The whole set of chromosomes is getting multiplied or doubled. An extra set is coming. ഇനി അടുത്ത എക്സാമ്പിൾ, man has 23 pairs of chromosomes. നമുക്കറിയാം 23 pairs ആണുള്ളത്, 23 ജോഡി ഉണ്ട്. മൊത്തം 46 ക്രോമസോംസ്. അതിൽ 22 ജോഡി ഓട്ടോസോംസും ഒരു ജോഡി സെക്സ് ക്രോമസോംസ്. 22 pairs of autosomes and 1 pair of allosomes or sex chromosomes. അപ്പോൾ ഈ ഒരു നോർമൽ നമ്പറിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ, ഇഫ് ദർ ആർ എനി വേരിയേഷൻസ് ഇൻ ദിസ് നോർമൽ നമ്പർ, വാട്ട് ഹാപ്പൻസ്? അപ്പോൾ ക്രോമസോമൽ മ്യൂട്ടേഷൻസ് കാണാം. ന്യൂമറിക്കൽ ക്രോമസോം മ്യൂട്ടേഷൻ, ദാറ്റ് ഈസ് മോണോസോമി, ട്രൈസോമി. ഇപ്പോൾ മോണോസോമി എന്നുള്ള കണ്ടീഷൻ എന്താ? ഒരു ക്രോമസോം ഇല്ല, അതാണ് 2N-1. ഇതെല്ലാം ചോദിക്കേണ്ട എക്സാമിന് എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്, ഇത് ചോദിക്കാറുണ്ട്. സോ മോണോസോമി എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് എ കണ്ടീഷൻ? 2N-1. ട്രൈസോമി എന്ന് പറഞ്ഞാൽ എന്താ കണ്ടീഷൻ? എക്സ്ട്രാ സെറ്റ് ആണ്, അപ്പോൾ 2N+1 ട്രൈസോമി. ടെട്രാസോമി ആണെങ്കിലോ എഗെയിൻ 1+1, അപ്പോൾ 2N+2. നള്ളിസോമി, ക്രോമസോംസിന് എക്സ്ട്രാ സെറ്റേ ഇല്ല, സോ എന്താ? 2N-2. അപ്പോൾ നോർമൽ ഡിപ്ലോയിഡ് നമ്പർ 2N ആണ് വേണ്ടത് നോർമൽ, പക്ഷെ അതിൽ നിന്ന് എന്തായി? -2.
ഇതാണ് നള്ളിസോമി. So all these conditions lead to very serious disorders and diseases in the particular individual. അപ്പോൾ ക്രോമോസോമിൻ്റെ നമ്പറിലായിക്കോട്ടെ, സ്ട്രക്ചറിലായിക്കോട്ടെ, ഹോൾ സെറ്റിലായിക്കോട്ടെ, എന്ത് തരം മ്യൂട്ടേഷൻസ് ആണെങ്കിലും ദേ ഓൾ റിസൾട്ട് ഇൻ ഡിസോർഡേഴ്സ്. ഇതാണ് നിങ്ങളുടെ എക്സാമിന് വരിക കേട്ടോ. ഈ ഒരു പിക്ചർ വരും. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഡൗൺസ് സിൻഡ്രോം ആണ് കാണിക്കുന്നത്. സൈഡിൽ കാണിക്കുന്നത് കാരിയോ ടൈപ്പാണ്, അതായത് ക്രോമസോംസിൻ്റെ സ്ട്രക്ചർ, നമ്പർ എല്ലാം കാണിക്കുന്ന ഒരു മാപ്പാണ് കാരിയോ ടൈപ്പ് എന്ന് പറയും. കാരിയോ ടൈപ്പ് ക്രോമസോംസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പിക്ചർ കണ്ടാൽ തീർച്ചയായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യണം, ഇറ്റ് ഈസ് ഡൗൺ സിൻഡ്രോം. നോക്കുക, ഡൗൺ സിൻഡ്രോം നമ്മൾ നേരത്തെ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലേ. ദറ്റ് ഈസ് ഓട്ടോസോമൽ ഡിസോർഡർ ആണ്. ക്രോമോസോം നമ്പർ 21 അതിൻ്റെ ഒരു എക്സ്ട്രാ കോപ്പി വരുന്നതാണ്. സോ ദ ഡിസോർഡർ ഇസ് കോൾഡ് ട്രൈസോമി 21 ആൻഡ് വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് 2n+1 അല്ലേ. ട്രൈസോമി നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ 2n+1 ഓട്ടോസോം ലിങ്ക്ഡ് ഡിസോർഡർ ആണ്, സെക്സ് ലിങ്ക്ഡ് അല്ല. ഇത് മെയിൽസിലും ഫീമെയിൽസിലും വരാം. അപ്പോൾ ഇതൊരു ജനറ്റിക് ഡിസോർഡറാണ്, അല്ലെങ്കിൽ കൺജനറ്റൽ ഡിസോർഡറാണ്. ക്രോമസോം നമ്പർ 21 എക്സ്ട്രാ വരുന്നതാണ് കാരണം. അപ്പോൾ ഇതിനെ 2-3 രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാം. താഴെ നോക്കിക്കോ, 3 രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ദാറ്റ് ഈസ് ട്രൈസോമി 21, 2n+1, 46+1, ടോട്ടൽ 47 ക്രോമസോംസ്. അപ്പോൾ ഇതിനെ മംഗോളിസം എന്ന് പറഞ്ഞിട്ടാണ് പണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ബട്ട് നൗ it is described as Down's syndrome because this disease was explained by Langdon Down in 1866. ഇപ്പോൾ ലാങ്ഡൺ ഡൗൺ എന്ന് പറഞ്ഞ ഒരു ഫിസിഷ്യനാണ് ഈ ഡൗൺ സിൻഡ്രോം പറഞ്ഞ അസുഖത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ടാണ് പിന്നീട് മംഗോളിസം എന്ന് പണ്ട് വിളിക്കാൻ കാരണം ഏകദേശം ആ ഫീച്ചേഴ്സാണ്, മംഗോളിയൻസിൻ്റെ ഫീച്ചേഴ്സാണ് ആ ഒരു ഇൻഡിവിജ്വലിന് ഉണ്ടാവുക. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലാങ്ഡൺ ഡൗൺ എന്ന ഫിസിഷ്യൻ്റെ, ആ സയൻറ്റിസ്റ്റിൻ്റെ ആ പേര് വെച്ചിട്ടാണ് പിന്നെ ആ ഡിസീസ് അറിയപ്പെടാൻ തുടങ്ങിയത്. സോ അതിലെ ഫീച്ചേഴ്സ് നമുക്ക് കാണുന്നത് കണ്ടോ, ഫ്ലാറ്റ് ബാക്ക് ഓഫ് ഹെഡ്, കാരണം നമ്മുടെ ഹെഡ് ബാക്കിൽ റൗണ്ട് ആയിന്, പക്ഷേ ഇങ്ങനത്തെ കുട്ടികൾക്ക് ശരിക്കും ഫ്ലാറ്റ് ആയിരിക്കും. ബ്രോഡ് ഫ്ലാറ്റ് ഫേസ് നല്ലപോലെ പരന്ന് ഫേസ് ആയിരിക്കും. മെനി ലൂപ്സ് ഓൺ ഫിംഗർ ടിപ്സ്, അതായത് ഈ വിരലിൻ്റെ അറ്റത്തിലൊക്കെ നിറയെ ഫോൾഡ് ആയിരിക്കും, മടക്കുകളുണ്ടാവും. ബിഗ് ആൻഡ് റിങ്കിൾഡ് ടങ്, ദാറ്റ് ഈസ് നാവ്. ഇങ്ങനത്തെ കുട്ടികൾക്ക് വായ അടച്ചു വയ്ക്കാൻ പറ്റില്ല, കാരണം നാവൊക്കെ നല്ല നീളം ഉണ്ടാവും, നിറയെ ഫോൾഡ്സും ഉണ്ടാവും. ഫ്ലാറ്റ് ടങ് ആയിരിക്കും, നടുവിൽ ഗ്രൂവ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ കുട്ടികൾക്ക് സംസാരിക്കാനും ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പോൾ നോക്കി, ഇതാണ് ഡൗൺ സിൻഡ്രോമിൻ്റെ ഫീച്ചേഴ്സ്, സിംറ്റംസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കുക, ഷോർട്ട് സ്റ്റേച്ചർ ആൻഡ് സ്റ്റണ്ടഡ് ഗ്രോത്ത്. ഒന്നുമില്ല, ഹൈറ്റ് കുറവ്, ഒരു നോർമൽ ഹൈറ്റ് ഇങ്ങനെയുള്ളവർക്ക് കാണില്ല. ഇപ്പോൾ ഷോർട്ട് സ്റ്റേച്ചർ, സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച കുറവ്, ഹൈറ്റ് കുറവ്. സ്മോൾ റൗണ്ട് ഹെഡ്, ചെറിയ ഉരുണ്ട തല. വിച്ച് ഹാസ് എ ഫ്ലാറ്റ് ബാക്ക്, തലയുടെ പിന്നാമ്പുറം ഫ്ലാറ്റ് ആയിരിക്കും. പാർഷ്യലി ഓപ്പൺ മൗത്ത്, ദാറ്റ് ഈസ് പകുതി തുറന്ന വായ. വിത്ത് പ്രൊട്രൂഡിങ് ഫോർവേഡ് ടങ്, ഇപ്പം ഈ നാവ് പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാവും, കാരണം കുട്ടിക്ക് ശരിക്കും നാവ് പുറത്തേക്ക് തള്ളുന്നത് കാരണം മൗത്ത് ശരിക്ക് അടച്ചു വയ്ക്കാൻ പറ്റില്ല. ബ്രോഡ് ഫ്ലാറ്റ് പഫ്ഡ് ഫേസ്, അതായത് കുട്ടിയുടെ മുഖം നല്ല പഫി ആയിട്ടുണ്ടാവും, പരന്ന ഫേസ് ആയിരിക്കും, നല്ല വീതിയുള്ള ഫേസ് ആയിരിക്കും. ഈ ഫേസ് ഇങ്ങനെ വല്ലാതെ പഫ് ചെയ്ത് കിടക്കുന്ന കാരണം കണ്ണിങ്ങനെ ഇറുകിയിട്ടായിരിക്കും കാണുക. അപ്പോൾ സ്ലാൻറ്റിങ് ഐസ്, കണ്ണ് ചെരിവുണ്ടാവും, നല്ലോണം ഇറുകിയിട്ടായിരിക്കും കണ്ണ് കാണുക. പരന്ന ചെറിയ മൂക്കായിരിക്കും. ഫ്ലാറ്റ് നാസൽ ബ്രിഡ്ജസ്, അതാണ് പരന്ന മൂക്ക്. ബ്രോഡ് പാം വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ്, നല്ല പരന്ന കൈപ്പത്തി ആയിരിക്കും.
പക്ഷേ ഈ ഡൗൺ സിൻഡ്രോമിനുള്ള പേഷ്യൻസിന് കൈരേഖ നോക്കിയാൽ അറിയാം ഡൗൺ സിൻഡ്രോം ഉണ്ടെന്നല്ല. അപ്പോൾ അവർക്ക് ക്യാരക്ടറിസ്റ്റിക് ആയിട്ട് അവർക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് കാണുന്ന പാം ക്രീസസ് ഉണ്ട്. ദറ്റ് ഈസ് കൈരേഖ. മെനി ലൂപ്സ് ഓൺ ഫിംഗർ ടിപ്സ് ആൻഡ് സ്റ്റബ്ബി ഫിംഗേഴ്സ് ആൻഡ് ടോസ്. ദാറ്റ് ഈസ് നല്ല വണ്ണുള്ള ഫിംഗേഴ്സും കാൽവിരലൊക്കെ ആയിരിക്കും കാണുക. ഒരുപാട് ഫോൾസ് ലൂപ്സ് കാണാം, ഒരുപാട് മടക്കുകൾ കാണാം കൈവിരലിൻ്റെ അറ്റത്തും കാൽവിരലിൻ്റെ അറ്റങ്ങളിലൊക്കെ. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, ഹൈ റിസ്ക് ഓഫ് ലുക്കീമിയ ആൻഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അതായത് ഹൃദ്രോഗം ഉണ്ടാവും, പിന്നെ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, ലങ്സിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്, പിന്നെ ഫിസിക്കൽ, സൈക്കോമോട്ടർ ആൻഡ് മെൻറ്റൽ റിട്ടാർഡേഷൻ, തീർച്ചയായിട്ടും ബുദ്ധിമാന്ദ്യം ഉണ്ടാകും, ബുദ്ധിക്കുറവുണ്ടാകും. പിന്നെ കയ്യും കാലും വിചാരിച്ച വഴിക്ക് വഴങ്ങാത്തൊരു കണ്ടീഷൻ കാണാറുണ്ട്, കാരണം മസിൽസൊക്കെ ഡീജനറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. ദെൻ സെമി ലീഥൽ കണ്ടീഷൻ, അതായത് 40 വയസ്സിന് മുകളിൽ 8 to 10% ജീവിച്ചിരിക്കണം. സർവേ പ്രകാരമാണ് കേട്ടോ. ഇപ്പോൾ എബവ് 40 years ഓൺലി 8 to 10% സർവൈവ്. അപ്പോൾ സെമി ലീഥൽ കണ്ടീഷനാണ് കാണുന്നത്. സ്മോൾ ഇയർ ലോബ്സ്, ചെറിയ ഈ ചെവിയുടെ അറ്റത്ത്, ചെവിയുടെ താഴ്ഭാഗം ചെറുതായിരിക്കും, ചെവിയുടെ അറ്റം വളരെ ചെറുതായിരിക്കും. റഫ് എലാസ്റ്റിക് സ്കിൻ, അപ്പോൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും, എലാസ്റ്റിക്കും ആയിരിക്കും. Males are usually impotent. Females may bear normal as well as affected children, usually after 35 years age. അപ്പോൾ മെയിൽസ് സാധാരണ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് സ്പേംസ്. അതാണ് യൂഷ്വലി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഫീമെയിൽസിന് അങ്ങനെയില്ല, ദേ ക്യാൻ പ്രൊഡ്യൂസ് ഓവം, ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ബട്ട് ആഫ്റ്റർ 35 years ഓഫ് ഏജ് സാധാരണ എഫക്റ്റഡ് ചിൽഡ്രൻ ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ നോർമൽ ആസ് വെൽ ആസ് എഫക്റ്റഡ് ചിൽഡ്രൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ഫീമെയിൽസിന്, ബട്ട് മെയിൽസിന് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. Children of older mothers, women in their 40s, show a higher incidence of this condition. ഇപ്പോൾ സാധാരണ 40 വയസ്സിന് മുകളിൽ പ്രസവിക്കുന്ന സ്ത്രീകൾക്കാണ് ഇങ്ങനത്തെ ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾ ഉണ്ടാവാറുള്ളത്. നെക്സ്റ്റ് വൺ ഇസ് ക്ലിൻഫെൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞു, എന്താണ് സെക്സ് ലിങ്ക്ഡ് ഡിസോർഡർ, ട്രൈസോമി, സെക്സ് ക്രോമസോം ട്രൈസോമി, അതായത് കൗണ്ട് എന്താണ് XXY, അതായത് 46+1 47. അപ്പോൾ ഈ ഒരു അസുഖം ഡിസ്ക്രൈബ് ചെയ്ത് ക്ലിൻഫെൽറ്റർ 1942, അതുകൊണ്ടാണ് അസുഖത്തിന് പേരിട്ടത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടെസ്റ്റിക്കുലാർ ഡിസ്ജെനസിസ്. ടെസ്റ്റിക്കുലാർ ഡിസ്ജെനസിസ്. It is an abnormal male condition caused by sex chromosomal trisomy due to non-disjunction, failure to segregate of sex chromosomes during gametogenesis. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗാമറ്റോജെനസിസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഗ്യാമേറ്റ് ഫോർമേഷൻ സമയത്ത്, അതായത് ഈ ഗ്യാമേറ്റ്സ് ഉണ്ടാവുന്ന സമയത്ത് എന്താ സംഭവിക്കാം, ഈ ക്രോമസോംസ് സെപ്പറേറ്റ് ഔട്ട് ചെയ്യാത്തത് കാരണം ഈ 2 ക്രോമസോംസിൽ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. അപ്പോൾ അത് സംഭവിക്കാത്ത കാരണം എന്താണ്, 2 ക്രോമസോംസ് ഒന്നിച്ച് തന്നെ വരും. അതാണ് 2 X ക്രോമസോംസ് ഒന്നിച്ചു വന്നു, ഓൾറെഡി Y ഉണ്ട്, സോ ട്രൈസോമി കണ്ടീഷനിലേക്ക് പോകും. അതാണ് ഫെയിലിയർ ടു സെഗ്രിഗേഷൻ നടക്കാത്തത് കാരണം. നമ്മൾ മെൻഡലിയൻ പാറ്റേൺ നമ്മൾ പഠിച്ചു അല്ലേ, സെഗ്രിഗേഷൻ, ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നൊക്കെ, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻ്റ് ഒക്കെ നമ്മൾ പഠിച്ചു. An additional X chromosome is present, resulting in a total of 47 chromosomes, that is 44A plus XXY. അപ്പം നമ്മൾ ഇതൊക്കെ നേരത്തെ പറഞ്ഞു തന്നെയാണ്. ഇനി സിംറ്റംസ് നോക്കാം. Affected individuals are sterile males, അതായത് എഗെയിൻ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല. ഓവറോൾ മാസ്കുലിൻ ഡെവലപ്മെൻറ്റ് ബട്ട് ഷോയിങ് ഫെമിനൈസ്ഡ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ ജെൻഡർ മെയിലാണെങ്കിലും ഫെമിനിൻ ക്യാരക്ടേഴ്സാണ് കാണിക്കുക. എൻലാർജ് ബ്രസ്റ്റ്, എൻലാർജ് ദാറ്റ് ഈസ് ബ്രസ്റ്റ് കൂടുതലായി സ്ത്രീകളിൽ കാണുന്ന ബ്രസ്റ്റ് പോലെ തന്നെയായിരിക്കും ഇവരിൽ കാണുക. അത് പറയും ഗൈനക്കോമാസ്റ്റ്. ഇത് സ്ഥിരമായി ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്.
gynecomastia. Then sparse facial and abnormal hair. Sparse facial and abdominal hair. അപ്പോൾ ചെറിയ രീതിയിൽ മുഖത്തും ശരീരത്തിലൊക്കെ ഹെയർ കാണാം. ദെൻ ഹൈ പിച്ച്ഡ് ഫീമെയിൽ വോയിസ്, അപ്പോൾ ഫീമെയിൽ വോയിസ് ആയിരിക്കും. പിന്നെ അണ്ടർ ഡെവലപ്ഡ് ടെസ്റ്റിസ് വിത്ത് നോൺ പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ്, അപ്പോൾ ടെസ്റ്റിസ് ഡെവലപ്പ് ചെയ്യാത്ത കാരണം സ്പേംസും പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ടെസ്റ്റിക്കുലാർ ഡിസ്ജെനസിസ് എന്നൊരു ടേം വന്നത്. ദെൻ മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിക്കുറവ് അല്ലെങ്കിൽ ബുദ്ധിമാന്ദ്യം. ദെൻ കംസ് ടേണേഴ്സ് സിൻഡ്രോം. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ്? ഒരു എക്സ് ക്രോമസോം കുറവ്. സോ XO കണ്ടീഷൻ, XX വരുന്നതിന് പകരം XO ആണ് വരുന്നത്. സോ ദിസ് ഇസ് 46 - 1 ഈക്വൽ ടു 45, അല്ലെങ്കിൽ 2n - 1 ഈക്വൽ ടു 45. അപ്പോൾ ഇതിനെ പറയും ഒവേറിയൻ ഡിസ്ജെനസിസ്. ഈ ഒരു ഡിസീസ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് ഹെൻറി ടേണർ എന്ന സയൻറ്റിസ്റ്റാണ്. ആൻഡ് ഹിസ് ടീം ഇൻ 1938. എഗെയിൻ ഇതൊരു സെക്സ് ക്രോമോസോമൽ മോണോസോമി, അതായത് 2 X ഉള്ള സ്ഥാനത്ത് ഒരു X മാത്രമേ ഉള്ളൂ. ഇതും സംഭവിക്കുന്നത് ഡ്യൂറിങ് ഗാമെറ്റോജെനസിസ്, ദാറ്റ് ഈസ് ഊജെനസിസ് സമയത്ത് എക്സ് ക്രോമോസോം സെപ്പറേറ്റ് ഔട്ട് ചെയ്ത് പോയില്ല. നോൺ ഡിസ്ജങ്ഷൻ ഓഫ് എക്സ് ക്രോമോസോം, അതാണ് അതിൻ്റെ റീസൺ. നോൺ ഡിസ്ജങ്ഷൻ ഓഫ് എക്സ് ക്രോമോസോം ഡ്യൂറിങ് ഊജെനസിസ്. ഇനി നമുക്ക് സിംറ്റംസ് നോക്കാം. സ്റ്റെറൈൽ ഫീമെയിൽസ് വിത്ത് റൂഡിമെൻ്ററി ഓർ ഇമ്മച്വർ ഓവറീസ് ആൻഡ് ആബ്സെൻസ് ഓഫ് ജേം സെൽസ്. അപ്പം എന്താ? ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവില്ല, സ്റ്റെറൈലാണ്. ഓവറീസ് എല്ലാം അണ്ടർ ഡെവലപ്ഡ് ആണ്. റൂഡിമെൻ്ററി, ചെറുതാണ്, കൃത്യമായി ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവില്ല. യൂട്രസും വളരെ വളരെ ചെറുതായിരിക്കും, വെരി സ്മോൾ യൂട്രസ്. ബ്രോഡ് ഷീൽഡ് ലൈക്ക് ചെസ്റ്റ് വിത്ത് അണ്ടർ ഡെവലപ്ഡ് ബ്രസ്റ്റ് ആൻഡ് വൈഡ്ലി സെപ്പറേറ്റഡ് നിപ്പിൾസ്. അപ്പോൾ സ്ത്രീകളിൽ കാണുന്ന പോലെ ഡെവലപ്ഡ് ബ്രസ്റ്റിൽ ഫ്ലാറ്റ് ആയിരിക്കും, അതാണ് ബ്രോഡ് ഷീൽഡ് ലൈക്ക് ചെസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബ്രസ്റ്റ് ആർ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് നിപ്പിൾസ് ആർ വൈഡ്ലി സെപ്പറേറ്റഡ്. ദെൻ അബ്നോർമൽ ജോസ്, അപ്പോൾ താടിയിലൊക്കെ കുറച്ചുകൂടി മെയിൽസിൻ്റെ പോലെ ആയിരിക്കും, ഫീമെയിൽസിൻ്റെ പോലെ ബ്ലണ്ട് ആയിരിക്കില്ല. ദെൻ ഷോർട്ട് സ്റ്റേച്ചർ, ഹൈറ്റ് കുറവായിരിക്കും. ഷോർട്ട് വെബ്ഡ് നെക്ക്, കഴുത്തിൽ ഒരുപാട് ഫോൾഡ്സ് ഉണ്ടാവും, അതുകൊണ്ടാണ് വെബ്, ദാറ്റ് ഈസ് നിറയെ മടക്കുകൾ കാണാം നെക്കിൽ. നെക്ക് ഷോർട്ടായിരിക്കും. ആബ്സെൻസ് ഓഫ് ബാർ ബോഡീസ് ഇൻ ദെയർ സെൽസ്, അതായത് നമ്മൾ ചീക്ക് സെൽസ് സാധാരണ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കുമ്പോൾ ഫീമെയിൽ ചീക്ക് സെൽസിൽ ഈ എന്താണ് ക്രോമസോംസ് കൂടാതെ നമുക്ക് ബാർ ബോഡീസ് കാണാം. ന്യൂക്ലിയസ് കൂടാതെ വേറെ ചില റൗണ്ട് സ്ട്രക്ചേഴ്സ് കാണാം, അതിനെ ബാർ ബോഡീസ് എന്നാണ് പറയുക. ക്രോമസോംസ് ആണ് അത്. പക്ഷേ ഈ ടേണർ സിൻഡ്രോം ഉള്ള പേഷ്യൻസിന് അത് കാണില്ല, ബാർ ബോഡീസ് കാണില്ല. നോർമൽ കണ്ടീഷനിൽ ഫീമെയിൽസിൽ മൈക്രോസ്കോപ്പിൽ നോക്കുക ഈ ബാർ ബോഡീസ് കാണാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലാസ്റ്റ് പോർഷൻ. പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടേബിൾ ഇങ്ങനെ പഠിച്ചാലും മതി. സെയിം കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അത് ടേബിൾ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ ഇതൊരു ടേബിൾ വെച്ച് പഠിച്ചാൽ വളരെ നന്നായിരിക്കും. അപ്പോൾ താങ്ക് യു മക്കളെ, നന്നായി പഠിക്കുക.